ഹലോ ഓൾ, ഡിവിസി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഒറ്റയ്ക്ക് തന്നെ ക്യാമറയൊക്കെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. മാത്രമല്ല ചിലപ്പോൾ വിട്ടുപോവുകയും ചെയ്യും ചില കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇപ്പം കുഞ്ഞൊക്കെ ആയതിനു ശേഷം എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ 9:30 ആണ്. ഞാൻ യൂഷ്വലി ഒരു ഏർലി ബേർഡാണ്. എനിക്ക് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് എൻ്റെ ശീലം. 5:30-6 മണിയാകുമ്പോഴത്തേക്കൊക്കെ എഴുന്നേൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ശീലങ്ങളൊക്കെ മാറി. ഇപ്പം ഞാൻ എഴുന്നേറ്റ് വരണമെങ്കിൽ ഒരു 9:30 സമയമാവും. ഓക്കെ. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ഒരു മുട്ട, അതുപോലെ കുറച്ച് ഹോർലിക്സ് ആണ് കഴിക്കുക. ഇത് ഞാൻ കുറേ ആയിട്ട് പ്രഗ്നൻസി ടൈമിൽ ആണ് ഞാൻ മുട്ട സ്റ്റാർട്ട് ചെയ്തത് രാവിലെ. അല്ലാത്തപ്പോൾ ഞാൻ രാവിലെ ഇതുപോലെ ഹോർലിക്സ് പണ്ട് തൊട്ടേ കഴിക്കുമായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഈ ചൂട് കാരണം പുറത്ത് ഹാളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴെയാണ് കിടക്കുന്നത് ചൂട് കാരണം. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് ബെഡൊക്കെ റെഡിയാക്കി എല്ലാം മടക്കിയൊക്കെ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ് മേക്കിംഗ് എന്ന് പറയുന്നൊരു കൾച്ചർ തന്നെയാണ് കേട്ടോ. അത് വളരെ നല്ലൊരു ശീലമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുളിയാണ് കേട്ടോ. വിശദമായിട്ടുള്ള കുളിക്കൊക്കെ സമയം കുറവാണ്. ഒരു 28 വരെയൊക്കെ ഭയങ്കര എണ്ണയൊക്കെ തേച്ച് തൈലൊക്കെ തേച്ച് കുളിക്കുമായിരുന്നു. ഇപ്പം കാര്യമായിട്ട് തലയിൽ എണ്ണ തേക്കും ഞാൻ. എണ്ണ ഇപ്പോൾ തേക്കാതിരിക്കാറില്ല. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് തലയിൽ തണുപ്പൊക്കെ കിട്ടുന്നത് നല്ല എന്നൊക്കെ പറയാറുണ്ട്. മിൽക്ക് പ്രൊഡക്ഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ. അപ്പം ഈ എണ്ണ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പ്യുവർ കോക്കനട്ട് ഓയിലിനകത്ത് പിന്നെ കുറേ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാച്ചിയ എണ്ണയാണ്. എനിക്ക് എന്തോരം എണ്ണ യൂസ് ചെയ്തിട്ടും എന്താണെന്നറിയില്ല, ഞാൻ ഈ എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഹെയറിൽ നല്ല ചേഞ്ചസ് ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ മാറി മാറി ഒരുപാട് എണ്ണകളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ എണ്ണ എനിക്ക് ശരിക്കും ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ഇടൂ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സ്മെല്ലാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇതുവരെ ഹെയർ ഫോളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ഹെയർ ഒന്നുകൂടെ ബെറ്റർ ആയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയ എണ്ണയാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ എണ്ണ ഉണ്ടാക്കണ ഇതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ട് ഞാൻ ബാക്കി പരിപാടികൾക്ക് പോകും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിക്കും. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, നമ്മളൊരു മോയ്സ്ചറൈസർ പുരട്ടും. ഞാൻ നിവ്യയുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ബോഡിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ പിന്നെ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒത്തിരി ഹൈപ്പൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഈ ആബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി ഓയിലും അതും ഇതൊക്കെ. പക്ഷേ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഇതെനിക്ക് എന്തോ കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തോന്നി. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ അതിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിലും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. സോ അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്. അത് എപ്പോഴാണെങ്കിലും, ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും കുളിക്കണം കേട്ടോ. എന്നാലും പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് ജേർണലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഡീറ്റെയിൽഡായിട്ട്. പക്ഷേ ഇപ്പം ജസ്റ്റ് ഓരോ ഡേറ്റ് ഇടും. ആ ഡേയിലെ എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ വേണ്ട കോണ്ടൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. അത് എഴുതി വയ്ക്കും. എഴുതി അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഇടും. അങ്ങനത്തെ കുറച്ച് ഹാബിറ്റ്സൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണു. പക്ഷേ എൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജേർണലിങ്ങിനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മാറി തകിടം മറിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിക്കും. വിളക്കൊന്നും ഉച്ചയാകുമ്പോൾ കത്തിക്കില്ല. അമ്മ ഓക്കെ ആയിരുന്നപ്പോൾ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എഴുന്നേറ്റ് വരുന്ന സമയം ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ, അമ്മയ്ക്കും വയ്യാത്തതുകൊണ്ട് തന്നെ രാവിലെ വിളക്ക് കത്തിക്കലൊന്നുമില്ല. ജസ്റ്റ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്നത്തെ ദിവസം ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുവാവ എഴുന്നേക്കും. കുഞ്ഞുവാവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് കിടത്തി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ കുഞ്ഞുവാവയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരിക്കും, സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ആളെയും കുളിപ്പിക്കും കേട്ടോ. ആൾ എഴുന്നേറ്റ് അധികം താമസിക്കാതെ തന്നെ അങ്ങ് കുളിപ്പിക്കും. കുളിപ്പിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു മാടവനയുടെ വെന്ത വെളിച്ചെണ്ണയാണ്. ഞാൻ മുമ്പും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പ്യുവർ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നല്ല വേവിച്ചെടുത്ത വെളിച്ചെണ്ണയാണ്. ഇതാണ് ഞാൻ കുഞ്ഞുവാവയ്ക്ക് തേക്കുന്നത് കേട്ടോ.
ഇത് തേച്ച് ഞാൻ ഭയങ്കര കുറേ നേരം പണ്ടത്തെ പോലെ അങ്ങനെ ഇടലൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒരു മസാജ് ചെയ്യും, കാരണം ബ്ലഡ് സർക്കുലേഷൻ അത് കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ കുളിപ്പിക്കുന്നതിന് മുമ്പ് കുഞ്ഞുവാവയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കും. അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം കുളിപ്പിച്ച് ആളെ അമ്മയുടെ അടുത്ത് കിടത്തും. ഒരു കുളി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് നല്ലൊരു ഉറക്കമുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കുക്കിങ്ങിലോട്ട് കിടക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഓൾറെഡി കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ചിലപ്പോൾ വിട്ടുപോകും, അതാണ്. അപ്പോൾ ഞാൻ ഈ ഫിഷ് ഫ്രൈ മാത്രമാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. നമ്മളങ്ങനെ വീക്ക്ലി വൺസ് ഫിഷ് ഫ്രൈയോ ചിക്കനോ ആയിട്ട് വാങ്ങും, എപ്പോഴൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്കിത് മാത്രമാണ് ഓർമ്മ വന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ ചോറുണ്ടപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ വീക്ക്ലി വൺസ് ആണ് ഇപ്പോൾ ഈ ഫ്ലോർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കാറില്ല, കാരണം സമയമേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചയൊക്കെ ആകുമ്പം പറ്റുവാണെങ്കിൽ ഞാൻ വീക്ക്ലി വൺസ് ഓൾമോസ്റ്റ് എല്ലാ ഫ്രൈഡേയിലും അല്ലെങ്കിൽ ട്യൂസ്ഡേ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമാണ് തുടയ്ക്കൽ ചെയ്യാറുള്ളത് കേട്ടോ. ഫ്ലോർ ക്ലീനിങ് പ്രത്യേകിച്ച്, അടിച്ചു വാരും എല്ലാ ദിവസവും അത്രയൊക്കെ തന്നെ. അപ്പം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു, ഫ്രൈഡേ സമയം കിട്ടിയോണ്ട്. പിന്നെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞുവാടെ അലക്കി കൊണ്ടുവന്ന തുണികളൊക്കെ മടക്കി വെക്കുക, എൻ്റെ തുണികളൊക്കെ മടക്കി വെക്കുക, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു നിർബന്ധമുള്ള കാര്യമാണ് എൻ്റെ ഷെൽഫ് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം. ഇതിപ്പോൾ അത്ര ഓർഗനൈസ്ഡ് ഒന്നും അല്ല, കണ്ടാൽ അറിയാം, എന്നാലും ഓൾമോസ്റ്റ് ആണ്. എനിക്ക് ഒത്തിരി അങ്ങനെ മെസ്സി ആയിട്ട് ഷെൽഫ് ഇടുന്നത് എന്തോ എനിക്കിഷ്ടമല്ല. എനിക്ക് എല്ലാം അടുക്കി പെറുക്കി വെക്കണം, ഡ്രസ്സുകളൊക്കെ. ഇനി ഇൻ കേസ് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് അതെടുത്തിട്ട് റീ ഓർഗനൈസ് ചെയ്യും. എനിക്കെന്തോ അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അങ്ങനെ അകത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്ക് അതുവരെ ഉണ്ടാക്കിയ എല്ലാ പണിയും കഴിഞ്ഞ് ആകെ അലമ്പായിട്ട് കിടക്കുകയായിരുന്നു, നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് മൊത്തം അടിച്ചു വാരി തുടച്ച്, ഇതെൻ്റെ റൂമാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത്, എല്ലാ വീഡിയോയും. അതിൻ്റെ ട്രൈപോഡും റിംഗ് ലൈറ്റും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം എല്ലായിടവും തുണിയൊക്കെ മടക്കി എല്ലാം റെഡിയാക്കി വെച്ച് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വാഷ് ബേസിൻ കഴുകുക, അങ്ങനത്തെ എല്ലാ പരിപാടിയും കണ്ടോ. അടുക്കളയൊക്കെ ഞാൻ അത്യാവശ്യം വൃത്തിയാക്കി, ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തു, പാത്രം എല്ലാം കഴുകി വെച്ചു. നിങ്ങൾ മുമ്പ് കണ്ട പോലെ അത്ര മെസ്സി ആയിട്ടല്ല, ഇപ്പം ജസ്റ്റ് ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വർക്ക് ഏരിയയാണ് കേട്ടോ, അവിടെയാണ് കുഞ്ഞിനെ കുളിപ്പിക്കണേ. അപ്പം എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കലായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട പരിപാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ക്ഷീണിച്ചു. അപ്പോൾ വൈകിട്ട് ഒരു ചായ കുടിച്ചു. അച്ഛൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ കടയിൽ പോയി വന്നപ്പം പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് അച്ഛൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയാണ്. ആക്ച്വലി ഞാൻ നിങ്ങൾക്കൊരു ഹാക്ക് കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വിളക്കിൻ്റെ ഒരു കോലം കണ്ടല്ലോ നിങ്ങൾ. എല്ലാ ദിവസമൊന്നും ഇപ്പം സത്യം പറഞ്ഞാൽ കഴുകാൻ സമയം കിട്ടാറില്ല, ജസ്റ്റ് തുടയ്ക്കുക മാത്രമാണ് ചെയ്യുക. അപ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ വിളക്ക് തേക്കും. അപ്പോൾ കരി പിടിച്ച് വിളക്ക് തേച്ച് വൃത്തിയാവാനുള്ളൊരു ഈസി ഹാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ കുറച്ച് നമ്മുടെ വിം ജെല്ലുണ്ടല്ലോ, വിം ജെല്ലും ഇതുപോലെ ചെറുനാരങ്ങ ഒരു ചെറിയ പീസ് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ നീരും കൂടെ ഇതുപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട്. എന്നിട്ടൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വിളക്ക് നന്നായിട്ട് തേക്കുക കേട്ടോ, നന്നായിട്ട് തേക്കുക. അപ്പം നിങ്ങൾക്ക് എത്ര കരി പിടിച്ച വിളക്കും നിങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇതുപോലെ വേറെ വല്ല ഹാക്സും വിളക്ക് തേക്കാൻ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് വളരെ നല്ലൊരു എന്താ പറയുക ഹാക്കാണ് കണ്ടോ. വിളക്ക് നല്ല തിളങ്ങും, അതുപോലെ ആവും കേട്ടോ. അപ്പം നിങ്ങളിത് കാണുന്ന വിളക്കൊക്കെ കത്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. കുറച്ച് വിമ്മിൻ്റെ ജെല്ലും കുറച്ച് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എത്ര കരി പിടിച്ച വിളക്കും ഇതുപോലെ നല്ല സുന്ദരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇത് ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബിൽ കണ്ട വീഡിയോ തന്നെയാണ്. ഞാൻ അന്ന് തന്നെ ട്രൈ ചെയ്തു, എനിക്ക് റിസൾട്ട് കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്നും വിളക്ക് കത്തിക്കുന്നവർ എന്നും കഴുകണം എന്നൊക്കെയാണ് പറയുക, പക്ഷേ ഒന്നും സമയം കിട്ടാറില്ല. അത് കഴിഞ്ഞ് ഞാൻ മേലൊക്കെ കഴുകി വന്നു, ഒന്ന് ഫ്രീ ആയി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോഴത്തേക്കൊന്ന് ഫ്രീ ആയി. കാരണം സന്ധ്യ ആകുമ്പോൾ വിളക്ക് കത്തിച്ചിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കും, ഒരുപാട് നേരമൊന്നുമില്ല. ഇപ്പം അങ്ങനെ നാമം ചൊല്ലാൻ പോലും സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല. ജസ്റ്റ് കത്തിക്കും, പ്രാർത്ഥിക്കും, അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഡിന്നർ കഴിക്കും കേട്ടോ. അന്ന് ചപ്പാത്തിയും പിന്നെ ഗോബി മഞ്ചൂരിയായിരുന്നു ഉണ്ടായിരുന്നത്.
ചില ദിവസമൊക്കെ ഞാൻ ചോറ് തന്നെയാണ് കഴിക്കുക കേട്ടോ, കഴിക്കാതിരിക്കില്ല. ഇപ്പം ഞാൻ ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കഴിക്കും. മറ്റേത് ചോറിനോട് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു, കാരണം ചോറ് എനിക്ക് പൊതുവേ താല്പര്യമില്ല. പിന്നെ വൈകിട്ട് അത്രയും പോലും കഴിക്കില്ല. ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ചോറോ എന്താണോ ഉള്ളത് അത് ഞാൻ കുറച്ച് കഴിക്കും. വൈകിട്ട് നേരത്തെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കുറച്ച് നേരം അമ്മയുടെ കൂടെ പോയിരുന്നിട്ട് ഞാനും ജാനിക്കുട്ടിയും കൂടെ ടി വി കാണും. ടി വി എന്ന് പറഞ്ഞാൽ സീരിയൽ തന്നെയാണ് കാണുന്നത് കേട്ടോ, കാരണം അമ്മ സീരിയലിൻ്റെ ആളാണ്. അപ്പം സീരിയൽ തന്നെ ഇരുന്ന് കാണും. ഇപ്പോൾ ആണെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്ന് കണ്ട് കണ്ട് ഞാനും സീരിയലിൻ്റെ ഒരാളായിട്ട് മാറിയെന്ന് തന്നെ പറയാം. പിന്നെ ഓർക്കുമ്പോൾ തോന്നും കുറച്ച് റിലാക്സേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അപ്പോൾ അങ്ങ് കാണും, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ കണ്ടേ തീരുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം കുഞ്ഞുവാവയായിട്ടിരിക്കും. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ അവളെ ഇരുത്തി കളിപ്പിക്കും. അങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ടി വി കാണും, ചിലപ്പോൾ ടി വി കാണാതെ അച്ഛനും അമ്മയും ഞാനും കുഞ്ഞും കൂടി ഇരുന്ന് സംസാരിക്കും കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ആളെ കുളിപ്പിച്ചുകൊണ്ട് വരും. കുളിപ്പിക്കുകയല്ല, മേല് ജസ്റ്റ് ഒന്ന് കഴുകും. രാവിലെ കുളിപ്പിക്കും, മേല് കഴുകും, ചൂടുവെള്ളത്തിൽ മേല് കഴുകും. അപ്പോൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നാളെ ഒന്ന് സെറ്റാക്കി വെക്കും. പിന്നെ കിടക്കാൻ ഈ സമയമാവും കേട്ടോ, ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക്